ഈ പറഞ്ഞ ജാതി അധിക്ഷേപം പിന്നെ ഇങ്ങനെ ഉണ്ടായ എല്ലാ അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടായത് 1.5 മാസം മുമ്പാണ്. ഇപ്പോൾ ഈ മരണത്തിന് കാരണമായിട്ട് വന്നിരിക്കുന്നത് ഈ ലോൺ ആപ്പ് തന്നെയാണ്. ലോൺ ആപ്പ് കാരണമാണ് അവൻ പ്രിൻസിപ്പൽ ഓഫീസിൽ വിളിക്കപ്പെടുന്നതും ഇങ്ങനെ കുറേ ഇൻ്റർഗേഷൻ ഉണ്ടാവുന്നതും എല്ലാം ഉണ്ടാവുന്നതൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഒരു നിഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ഓക്കെ ആയിരുന്നു, ഞങ്ങളുടെ കൂടെയൊക്കെ സന്തോഷത്തോടെ ആയിരുന്നു ഇരിക്കണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ നല്ല ഓവർകം ചെയ്ത് പറഞ്ഞൊരു പീരീഡ് ആയിരുന്നു. പെട്ടെന്നാണ് ഈ ലോൺ ആപ്പിൻ്റെ ഇഷ്യൂ വരുന്നത്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാം ആയിരുന്നു ലതാ മാം. അപ്പോൾ ലതാ മാമിൻ്റെ ഇഷ്യൂവിൽ മാം അത്രയും ഡൗൺ ആയിരുന്നു. ഈ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പം നിതിനെ അറിഞ്ഞുകൊണ്ടാണ് അറിയാത്തതെന്ന് നമുക്ക് അറിയുന്ന കേസല്ല, അറിയാതെയാണ് എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പം മാമിൻ്റെ നേരെ ഇങ്ങനെ അലിഗേഷൻസ്, ഇങ്ങനെ ഫോൺ കോളും അനാവശ്യമായ സംസാരമൊക്കെ വന്നപ്പോൾ മാം നിതിനെ അത്രത്തോളം ഡൗൺ ആക്കി. അന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു, അതായത് ഈ ഇൻസിഡന്റ് നടന്ന സംഭവം അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കേസ് അറിഞ്ഞ അതിന് മുന്നേ ഇല്ല ഇല്ല അതിന് മുന്നേ അറിഞ്ഞിട്ടില്ല. അന്നാണ് അറിയുന്നത്. അന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ലായിരുന്നു. അന്ന് അവന് സീരിയസ് ആയിട്ട് കാഷ്വാലിറ്റി കിടന്നപ്പോൾ എല്ലാവരും അവന് എങ്ങനെയാണ് നെഗറ്റീവ് ബ്ലഡിന് വേണ്ടി നമ്മൾ ഓടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ മാം വന്ന് പറയുന്നത് ഇന്ന കാര്യം കൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. മാം ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മാമിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ പോലും മാമിന് ഇങ്ങനെ കോൾസും OTP മെസ്സേജസും ഇങ്ങനെ ചുമ്മാ നല്ല ടോർച്ചറിങ് ആയിട്ടുള്ള മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അന്ന് ആ ഇൻസിഡൻറ്റ് അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. മറ്റേതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ജാതി അധിക്ഷേപം ക്ലാസ്സിനുള്ളിൽ നിന്ന് നേരിട്ടിട്ടുണ്ടോ? ജാതി അധിക്ഷേപമില്ല, നടത്തിയിട്ടില്ല. ക്ലാസ്സിൽ ജാതി അധിക്ഷേപം രാം സർ നടത്തിയിട്ടില്ല. സ്റ്റാഫ് റൂമിൽ എന്താ നടന്നത് നമുക്കറിയാം. അന്നത്തെ ദിവസത്തെ കാര്യം അല്ലെങ്കിൽ 1.5 മാസം മുൻപ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് മറ്റേതെങ്കിലും വിദ്യാർത്ഥികൾക്കാണോ നിതിൻ തന്നെയാണോ? എനിക്കും ഉണ്ടായിട്ടുണ്ട്. അത് ജാതി അധിക്ഷേപമായിരുന്നില്ല. ജാതി അധിക്ഷേപം എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ വെച്ച് ഉണ്ടായിട്ടില്ല. ഇനി സ്റ്റാഫ് റൂമിൽ അവനെ കൊണ്ടുപോയതിന് ശേഷം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയുകയില്ല. അത് ഞങ്ങൾ മൊഴിയൊക്കെ കറക്റ്റ് പോലീസിന് കൊടുത്തിട്ടുണ്ട്. ബോഡി ഷേമിങ് എല്ലാവർക്കും ഉള്ളതാണ്. ഞങ്ങൾ ക്ലാസ്സിലത്തെ മിക്ക കുട്ടികൾക്കും ബോഡി ഷേമിങ്ങും ഈ കളറിന്റെ പേരിലുള്ളതും കിട്ടാറുള്ളത് തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതാണ്. ഈ 1.5 മാസം മുമ്പ് ഈ മീറ്റിങ്ങിന് ശേഷം അവൻ്റെ മാതാപിതാക്കൾ മീറ്റിങ്ങിന് വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടായ ഒരു ഇതിലും പിന്നെ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചിട്ട് അത് എന്നോടും ചോദിച്ചായിരുന്നു, അവനോടും ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ സർജറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവൻ എഴുതിയത് പൊട്ടത്തെറ്റാണ്, അങ്ങനെ ഒരു ടോക്ക് വന്നിട്ടാണ് അവൻ്റെ പേപ്പർ സാറ് ക്ലാസ്സിൽ നിന്ന് എടുപ്പിച്ചത്. അത് ഒരു സ്റ്റുഡൻറ്റിനെ വിട്ട് പേപ്പർ കൊണ്ടിരിപ്പിച്ചത്. എന്നിട്ടാണ് ഈ പേപ്പറിൽ ഓരോ വാക്കുകൾ ഇങ്ങനെ വായിച്ചും ഓരോരോ അക്ഷരങ്ങൾ ഇങ്ങനെ വായിപ്പിച്ചിട്ടും അവനെ അങ്ങനെ കളിയാക്കിയത്. അതിലാണ് അവൻ ബേസ്റ്റ് ഔട്ട് ആയിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നൊരു ഇത് വന്നത്. അപ്പോഴാണ് അറിയായിരുന്നു അവൻ 2 മാസത്തോളം ലീവ് ആയിരുന്നു, ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് റാം സാറിന് തന്നെ അറിയാമായിരുന്നു. എന്നിട്ടും വീണ്ടും വീണ്ടും അവനെ ടോർച്ചർ ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. 1 മാസം 1 മാസം മുന്നേ ഇല്ല അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് വന്നിട്ടില്ല. എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് പറഞ്ഞോ, പോലീസിനോടായാലും എവിടെയായാലും പറഞ്ഞോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മൊഴിയെടുത്തായിരുന്നു, പോലീസുകാർ മൊഴിയെടുത്തായിരുന്നു, യൂണിവേഴ്സിറ്റിക്കാർ മൊഴിയെടുത്തായിരുന്നു. ആരോടൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞോളൂ എന്നല്ലാണ്ട് വേറൊന്നും ഞങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടില്ല. അതിന് ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. കാരണം ഇത്രയും സ്റ്റുഡൻസിന്റെ ലൈഫ് പോകുന്ന ഒരു കാര്യമാണ്. അപ്പം വേറെ കോളേജിലോട്ട് മാറ്റാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പ പരിപാടി കാണുന്ന സാധനം തന്നെയാണ് അത്. ഞങ്ങൾ അത് ഞങ്ങൾക്ക് ഞങ്ങളെ ലൈഫിന് എന്താണ് ഒരു ഇല്ല മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം അങ്ങനെ തന്നിട്ടില്ല. പക്ഷെ ഒന്ന് കൺസർവിന്റെ HODയും പിന്നെ ഡീനും കോളേജിന്റെ ഡീനും പിന്നെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിൽ ഒരു മിസ്സായിരുന്നു. ഞങ്ങൾക്കറിയില്ല, ആരാന്ന് പോലും അറിയില്ല, അങ്ങനെ ആളുണ്ടോന്ന് പോലും അറിയില്ല. ഈ ഞങ്ങള് അങ്ങനെ പിന്നെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ന്യൂസിൽ കേൾക്കുന്ന MA ജബ്ബാർ അലി ആ ഒരു പേരെന്നെ ഞങ്ങളും കണ്ടേ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ. റാഗിങ്ങിന്റെ ഇഷ്യൂ ഇല്ലായിരുന്നു നമുക്ക്. അങ്ങനെ ഫസ്റ്റ് ടൈമിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു, സീനിയർ ജൂനിയേഴ്സ് ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു പറയാനില്ല, അതൊക്കെ ജസ്റ്റ് കാഷ്വൽ ആയിട്ടുള്ള പേരെന്താ അങ്ങനത്തെ രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ റാഗിങ് ആയിട്ട് ഒന്നും ഇല്ലായിരുന്നു. നല്ല രീതിക്ക് ഹറാസ്മെന്റ് ഉണ്ടായിരുന്നു. മേ ബി അവന് ഇനി ഈ കേസും കൂടെ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും പാരന്റ്സ് റിയാക്ട് ചെയ്യുക, സ്റ്റുഡൻസ് ആ ഒരു രീതിയിലൊക്കെ വിഷമിച്ചായിരിക്കണം പ്രിൻസിപ്പൽ ഓഫീസിൽ ഇതും കൂടെ വന്നപ്പം.
അവന് അത്രയും പ്രിൻസിപ്പൽ വിഷമം. ഓഫീസിൽ എന്താണ് ഉണ്ടായത് അതാണ് മെയിൻ ഇതിന് കാരണമായിട്ട് വരുന്നത് ഞങ്ങളുടെ ഒരു നിഗമനം. നിതിൻ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ, ചെറിയ കാര്യങ്ങളൊന്നും തളർന്നു പോണ ആളൊന്നുമല്ല. അവനൊരു ക്ലിയർ എയിം ഉണ്ടായിരുന്നു, എനിക്ക് ഡോക്ടർ ആവണം, അതാണ് അവന്റെ വിഷൻ. സോ അവൻ അങ്ങനെ ആരെങ്കിലും ഇപ്പൊ ഒരു ഹരാസ് ചെയ്തു എന്ന് വെച്ചിട്ടൊന്നും പോയി സൂയിസൈഡ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. അപ്പൊ നമുക്ക് പറയണ്ടേ എന്തുകൊണ്ട് നിതിൻ പോയി സൂയിസൈഡ് ചെയ്തു, അവൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഇല്ല, പ്രിൻസിപ്പൽ സാർ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ സ്റ്റുഡൻസിനായാലും എല്ലാവർക്കും അക്കാഡമിക്കലി ആയാലും നമുക്ക് എന്ത് പ്രശ്നം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ അന്ന് എന്താ കാര്യം എന്നുള്ള രീതിയിൽ ചോദിച്ചാവും. അതിനെപ്പറ്റി നമുക്ക് അറിയില്ല, എന്താ സംഭവിച്ചെന്ന് അറിയില്ല. പക്ഷേ അവന് അത്രത്തോളം എന്തോ വിഷമിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇല്ലാതെ ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവരും പരാതി കൊടുത്തിട്ടുണ്ട്, കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്, ക്ലാസിന്റെ യൂണിവേഴ്സിറ്റിക്കാർക്കും പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസുകാർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അതിനുള്ളത് പോലീസുകാർ അതിനായിട്ട് നീങ്ങുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും, ഹറാസ്മെന്റുകളും ടോർച്ചറുകളും ഓരോ ആൾക്കാരെ കുറിച്ച് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതും ഈ ഒരു കുട്ടിയെ വെച്ച് മറ്റേ കുട്ടിയെ അടിപ്പിക്കുന്നതും എല്ലാ കാര്യം ഞങ്ങൾ മൊഴിയായിട്ട് നൽകിയിട്ടുള്ളതാണ്. ക്ലാസ്സിൽ ജാതി അധിക്ഷേപം നടന്നിട്ടില്ല. ക്ലാസ്സിൽ നടന്നിട്ടില്ല. ജാതി അധിക്ഷേപം നടന്നിട്ടില്ല. സ്റ്റാഫ് റൂമിൽ നടന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. സ്റ്റാഫ് റൂമിൽ ഞങ്ങൾ പോയിട്ടില്ല. അവൻ ഇതിനെ മാത്രം വിളിച്ചു. ഇല്ല, ക്ലാസ്സിൽ ജാതി അധിക്ഷേപം ഒന്നും നടന്നിട്ടില്ല. അല്ല, പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങൾക്കൊരു കാര്യം ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. ഈ ഓരോരോ ആവശ്യമില്ലാത്ത അലഗേഷൻസ് വെച്ചിട്ട് ഞങ്ങൾക്കെതിരെ നല്ലൊരു തെറി പറയലും ഒക്കെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഇല്ലാത്ത കാര്യം, അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാ തോന്നിയാസം വിളിച്ച് പറയാതിരിക്കുക. കാരണം ഞങ്ങൾക്കത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ആൾക്കാർ ഓരോ കമന്റ് ഇടുന്നൊക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ട്. അത് യൂട്യൂബ് ബ്ലോഗേഴ്സിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, പക്ഷെ അത് നമ്മളെ ലൈഫാണ് പോകുന്നത്. ഞങ്ങൾക്ക് അത്ര രീതിക്ക് നല്ല വിഷമമുണ്ട് ഓരോ അലിഗേഷൻസ് ഇങ്ങനെ പറയുമ്പോൾ. അത് അവർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. കേൾക്കുന്നതും വായിക്കുന്നതൊക്കെ ഞങ്ങൾ കാരണം അവൻ മരണപ്പെടാൻ കാരണം എന്ന് വരെ പറയുന്നുണ്ട്. ഞങ്ങൾ ഇത്രയും അവന് വേണ്ടി നീതി കിട്ടാൻ വേണ്ടി ഇത്രയും പറയുന്നുണ്ട്. എന്നിട്ട് പോലും ഈ വ്ളോഗേഴ്സ് എന്തിനു വേണ്ടി ഇങ്ങനെ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഈ യൂട്യൂബിലത്തെ ഓരോ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ അത് കാണുന്ന ആൾക്കാരും ഈ ഓരോ ന്യൂസ് ചാനൽ, ഇപ്പം നിങ്ങളുടെ ചാനലിന്റെ കമന്റിൽ എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ വീട്ടിൽ വന്നതിന് പോലും ഓരോ ആൾക്കാർ തെറി പറഞ്ഞ് പറയുന്നുണ്ട്. അത് ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടേ ഉള്ളൂ ഇതുവരെ. അങ്ങനെ നിന്നിട്ടും ഈ ഒരു ആവശ്യമില്ലാത്ത അലഗേഷൻസ് വെച്ച് ഞങ്ങളങ്ങനെ പറയുന്നത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അലഗേറ്റ് ചെയ്യരുത്. പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടി നമുക്കറിയില്ല. പക്ഷെ യൂട്യൂബേഴ്സ് ഓരോ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ഓരോ തോന്നിവാസം വിളിച്ചു പറഞ്ഞിട്ട് അത് ഞങ്ങളെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. അതെ അതെ, അതും വിളിക്കുന്നത് ഭയങ്കര തെറി വിളിച്ചിട്ടാണ് ഓരോ യൂട്യൂബ് ചാനൽ വീഡിയോ ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ഇതിപ്പോ ഇനിയും ഇത് തുടരാനാണെങ്കിൽ ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യും. ഒന്നാമത് ഞങ്ങൾക്ക് നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ നന്നായിട്ട് ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതെ, ഞങ്ങൾ ഇതൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. വെറുതെ ഓരോ അലഗേഷൻസ് കേട്ട് ഇങ്ങനെ ചാടി പറഞ്ഞ് ഓരോ കമന്റ് ഇടുന്നവരെല്ലാവരും ഞങ്ങൾ നോക്കുന്നുണ്ട്. കമന്റ് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ലീഗലി മൂവ് ചെയ്യുകയും ചെയ്യും. അതെ അതെ, ഇല്ല ഇല്ല, കുഴപ്പമില്ല, ഒരു ഭയമില്ല. ഞങ്ങൾക്ക് എന്ത് പ്രതികാരമാണ് ഞങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങൾക്ക് ഓക്കെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.